നമസ്കാരം. വരുൺ ഗാന്ധിയെയും മനേകാ ഗാന്ധിയെയും കുറിച്ച് ഓർക്കുമ്പോൾ സഞ്ജയ് ഗാന്ധിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയേറെ അധികം പ്രസക്തിയുള്ള വ്യക്തിത്വങ്ങളിലൊന്നാണ് ഈ സഞ്ജയ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. എന്തുകൊണ്ടാണ് സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് ഇന്ന് ഇത്രത്തോളം നമ്മൾ വാതോരാതെ സംസാരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്? ഇന്ദിരാഗാന്ധിയെപ്പോലൊരു അമ്മയുടെ മകൻ, ആ അമ്മയുടെ പടിയിറക്കത്തിന് കാരണമായ അമേഠിയിൽ മകൻ ഇറങ്ങുമോ അതോ സ്വതന്ത്രനായി പിലിഭിത്ത് നിലനിർത്തി മനേകയുടെ ചരിത്രം ആവർത്തിക്കുമോ? ഒരു ലോക്സഭാ മണ്ഡലമുണ്ടാക്കിയ കുടുംബ വഴക്കിൻ്റെ ചരിത്രം എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണ്. 1982 മാർച്ച് മാസം 28 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കായിരുന്ന ഇന്ദിരാഗാന്ധി ലണ്ടനിൽ നിന്ന് ഡൽഹിയിലെ വസതിയിലേക്ക് മടങ്ങിയെത്തുന്നു. ഇന്ദിര വളരെ ലോഷാകുലയായിട്ടാണ് അന്ന് വീട്ടിലെത്തിച്ചേർന്നത്. തൻ്റെ മകനായ സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന അക്ബർ അഹമ്മദ് സംഘടിപ്പിച്ച ലക്നൗ കൺവെൻഷനിൽ സഞ്ജയ് ഗാന്ധിയുടെ വിധവയായിരുന്ന മനേകാ ഗാന്ധി പങ്കെടുത്തതായിരുന്നു ഇന്ദിരയുടെ രോഷത്തിന് കാരണമായത്. അന്ന് നെഹ്റു കുടുംബത്തിൽ അരങ്ങേറിയ കുടുംബ വഴക്ക് 1984 കുടുംബത്തിൻ്റെ കോട്ടയായ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രണ്ട് ഗാന്ധിമാർ തമ്മിൽ മത്സരിക്കുന്ന തരത്തിലേക്ക് അരങ്ങൊരുക്കുകയുണ്ടായി. മനേകാ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും. സഞ്ജയ് ഗാന്ധി ദ റെഡ് സാരി എന്ന തൻ്റെ പുസ്തകത്തിൽ സ്പാനിഷ് എഴുത്തുകാരനായിട്ടുള്ള ഹാവിയർ മോറോ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിർഭാഗ്യകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മുന്നിലൂടെ മനേകാ ഗാന്ധി തൻ്റെ മകൻ വരുൺ ഗാന്ധിക്കൊപ്പം ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ 1-ാം നമ്പർ സഫ്ദർജംഗ് റോഡിലെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അപ്പോൾ വരുണിന് ഏകദേശം 2 വയസ്സ് മാത്രമാണ് പ്രായം. തൻ്റെ അനുമതിയില്ലാതെ ലക്നൗ കൺവെൻഷനിൽ പങ്കെടുത്തതിന് ഇന്ദിരാഗാന്ധി മനേകാ ഗാന്ധിയോട് ദേഷ്യപ്പെട്ടിരുന്നുവെന്ന് മൊറോ വളരെ കൃത്യമായി കുറിച്ചു വെക്കുകയാണ്. തൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തൻ്റെ മകൻ്റെ വിശ്വസ്തനായിരുന്ന അക്ബർ അഹമ്മദ് സംഘടിപ്പിച്ച കൺവെൻഷൻ തന്നോടുള്ള നേരിട്ടുള്ള അവഹേളനമായി ഇന്ദിര കണ്ടിരുന്നു എന്നുള്ളതാണ്. ലക്നൗ കൺവെൻഷനിൽ മനേകാ ഗാന്ധി പങ്കെടുത്തത് വെറുമൊരു യാദൃശ്ചികത മാത്രമായിരുന്നില്ല എന്ന് പറയട്ടെ. തന്നെ രാഷ്ട്രീയ വിശ്വാസ്യത ഉറപ്പിക്കുന്നതിനും ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 1.5 വർഷമായി നടത്തിയ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു അത് എന്ന് പറയേണ്ടി വരും. 8,000 മുതൽ 10,000 വരെ വരുന്ന ജനക്കൂട്ടം ലക്നൗ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ചരിത്രം. ഇന്ദിരാഗാന്ധിയോട് ഏറ്റുമുട്ടുവാനുള്ള അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിനുള്ള ആഹ്വാനം നൽകുന്ന അത്തരത്തിലുള്ള ഒരു സന്ദേശമായിരുന്നു മനേകാ ഗാന്ധിയുടെ പ്രസംഗമെന്ന് പറയപ്പെടുന്നത്. സഞ്ജയ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മനേകയുടെ നേരെ വിരൽ ചൂണ്ടി ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഉടൻ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകൂ എന്ന് ആക്രോശിച്ചതായി ആ ബുക്കിൽ മോറോ എഴുതി വെക്കുന്നുണ്ട്. മോറോ വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: ലക്നൌവിൽ സംസാരിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതല്ലേ, പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. നിന്റെ ഓരോ വാക്കുകളിലും വിഷമുണ്ടായിരുന്നുവെന്നും എനിക്കത് കാണാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും ചോദിക്കുകയാണ് ഇന്ദിര. നിങ്ങൾക്കിവിടെ നിന്ന് പോകും, ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീട് വിട്ടു പോകൂ. അവൾ അലറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങുക എന്നായിരുന്നു മനേകയോട് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. മനേകാ ഗാന്ധി തൻ്റെ സഹോദരി അംബിക അവിടെ വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം സഹോദരി മനേകയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനിടയിൽ ഇന്ദിരാഗാന്ധി മുറിയിലേക്ക് വീണ്ടും എത്തുന്നു. വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് അവിടെ. ഇപ്പോൾ തന്നെ നിങ്ങൾ പുറത്ത് കടക്കുക, നിങ്ങളോട് ഒന്നും കൊണ്ടുപോകരുതെന്ന് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതല്ലേ എന്ന് വീണ്ടും അവർ ചോദിക്കുന്നുണ്ടോ. അപ്പോൾ മനേകയുടെ സഹോദരി അംബിക ഇടപെട്ട് പറഞ്ഞു, അവൾ പോകില്ല, ഇതാണ് അവളുടെ വീട്, അവളുടെ ഭർത്താവിൻ്റെ വീട്, ഇത് അവളുടെ വീടല്ല എന്ന് ഇന്ദിരാഗാന്ധി പക്ഷേ രോഷത്തോടു കൂടി തിരിച്ചു പറയുകയാണ്. നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചു പറഞ്ഞ ഈ വാക്കുകൾ ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീടാണല്ലാതെ മനേകയുടെ വീടല്ല എന്നാണ് പറയാൻ ഇന്ദിര ശ്രമിച്ചത്. പക്ഷെ 11 മണിക്ക് ശേഷം വരുണിനെയും കൈകളിൽ പിടിച്ചുകൊണ്ട് മനേകാ ഗാന്ധി ഒടുവിൽ വീട് വിട്ട് അവളുടെ സഹോദരിയുമായി കാറിൽ കയറി പോകുന്ന കാഴ്ച ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം പറഞ്ഞതാണ്. ക്യാമറ ഫ്ലാഷുകൾ മിന്നിമറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കൈ കാണിക്കുന്ന മനേക എന്ന അടിക്കുറിപ്പോടുകൂടി ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും വിദേശത്തുള്ള ചില പത്രങ്ങളിലും അടക്കം പിറ്റേന്നത് അച്ചടിച്ചു വന്നു. വലിയ വാർത്തയായി എന്നുള്ളതാണ്. 1980 ജൂൺ മാസം 23 ഒരു വിമാനാപകടത്തിൽ ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിലെ രണ്ടാമനാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ടാമനായിരുന്ന സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെടുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ
1981 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുവരെ രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്ന സഞ്ജയ് ഗാന്ധിയുടെ ജ്യേഷ്ഠൻ രാജീവ് ഗാന്ധി അവിടെ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു കയറുന്നു. തൻ്റെ ഭർത്താവിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി അമേഠിയിൽ നിന്നും മത്സരിക്കുവാനുള്ള മനേകാ ഗാന്ധിയുടെ മോഹങ്ങൾ, ആ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയായിരുന്നു അത് എന്നുള്ളതാണ്. അങ്ങനെ രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി തിരഞ്ഞെടുത്തിരുന്നത് സഞ്ജയ് ഗാന്ധിയെയാണ് എന്ന് ആ കാര്യത്തിൽ കോൺഗ്രസിൽ, അക്കാലത്തുള്ള കോൺഗ്രസ് അണികൾക്കിടയിൽ ഒരു തരത്തിലുള്ള സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്ത്യൻ എയർലൈൻസിലെ പൈലറ്റായിരുന്ന മൂത്ത മകൻ രാജീവിനെ അവർ രാഷ്ട്രീയത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു എന്നുള്ളതാണ്. അതിലാണ് സഞ്ജയ് ഗാന്ധിയുടെ വിധവയായിട്ടുള്ള മനേകാ ഗാന്ധിക്ക് അതൃപ്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമായിരുന്നു അമേഠി. സഞ്ജയ് ഗാന്ധി, മനേകാ ഗാന്ധി 1975-77 അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ രാഷ്ട്രീയ പര്യടനങ്ങളിലെല്ലാം തന്നെ മനേകാ ഗാന്ധി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രമാണ് കേട്ടോ. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ്ക്ക് തൻ്റെ അമ്മയുടെ, അതായത് ഇന്ദിരാഗാന്ധിയുടെ മേൽ പൂർണ്ണ ആധിപത്യമുണ്ടായിരുന്നുവെന്നും അന്നത്തെ സർക്കാരിനെ ഭരിച്ചിരുന്നത് PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസല്ല, മറിച്ച് PMH, പ്രൈം മിനിസ്റ്റേഴ്സ് ഹൗസ് ആയിരുന്നുവെന്നും അക്കാലത്ത് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെന്നുള്ളതാണ്. മനേകാ ഗാന്ധി സ്ഥാപിച്ച സൂര്യ എന്ന വാർത്താ മാസിക പിന്നീട് 1977 അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലെ ആ പരാജയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ പ്രചാരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു അത് എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി അങ്ങനെ രാഷ്ട്രീയത്തിൽ പല രീതിയിൽ മുൻപരിചയമുണ്ടായിരുന്ന തന്നെ തഴഞ്ഞ് രാജീവിനെ രാഷ്ട്രീയ പിൻഗാമിയായി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുത്തപ്പോൾ, അല്ലെങ്കിൽ അവരോധിച്ചതിൽ മനേകയ്ക്ക് പൂർണ്ണമായിട്ടും എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് സത്യം. പിന്നീട് അമ്മായിയമ്മയും മരുമകളുമായിട്ടുള്ള ബന്ധം നാൾക്കുനാൾ വഷളായി തുടങ്ങുന്ന കാഴ്ചയുണ്ടായി. 24 അക്ബർ റോഡ്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾസ് ബിഹൈൻഡ് ദ ഹാൾ ആൻഡ് റൈസ് ഓഫ് ദ കോൺഗ്രസ് എന്ന തൻ്റെ പുസ്തകത്തിൽ രാഷ്ട്രീയ നിരൂപകനായിട്ടുള്ള റഷീദ് കുദ്വായ് 1981 അമേഠി ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മനേകാ ഗാന്ധി രാജീവിനെ തോൽപ്പിക്കാൻ കഠിനമായി പരിശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. ലോക്സഭയിൽ മത്സരിക്കുവാനുള്ള കുറഞ്ഞ പ്രായമായ 25 വയസ്സ് പോലും അന്ന് മനേകയ്ക്ക് തികഞ്ഞിരുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. തനിക്ക് മത്സരിക്കാൻ ഭരണഘടന പോലും ഭേദഗതി ചെയ്യണമെന്ന് മനേകാ ഗാന്ധി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പക്ഷേ അതിനൊന്നും ഇന്ദിരാഗാന്ധി തയ്യാറായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒടുവിൽ മനേകയെ വീട്ടിൽ നിന്നും ഇന്ദിര പുറത്താക്കുന്നതുവരെ എത്തിച്ച കുടുംബ വഴക്കിന് ശേഷം 1983 കോൺഗ്രസ് വിട്ട് മനേകാ ഗാന്ധി സഞ്ജയ് വിചാർ മഞ്ച് രൂപവൽക്കരിക്കുന്നു. 1984 ഇന്ദിരയുടെ മരണത്തിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അവർ അമേഠിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തുന്നു. മനേകാ ഗാന്ധി, വരുൺ ഗാന്ധി ഇന്ദിരയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം മനേകാ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ എന്ന് പറയപ്പെടുന്ന വളരെ കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു. അമേഠിയിലെ രാജീവ് ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് 1 വർഷത്തിന് ശേഷം മനേകാ ഗാന്ധി മണ്ഡലം സന്ദർശിച്ചു. അത് തൻ്റെ അവകാശപ്പെട്ട രാഷ്ട്രീയ ഭവനമായി പ്രഖ്യാപിക്കുകയും തൻ്റെ ഭാര്യ സഹോദരന് പല്ലും നഖവും ഉപയോഗിച്ച് നേരിടാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്നാൽ 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയെ അവരുടെ സിഖ് അംഗരക്ഷകൻ കൊലപ്പെടുത്തിയതിനു ശേഷം കാര്യങ്ങൾ നാടകീയമായി മാറിമറിഞ്ഞു എന്നുള്ളതാണ്. രാജീവ് ഗാന്ധി ഇടക്കാല പ്രധാനമന്ത്രി ആകുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിര സഹതാപ തരംഗം, ആ സഹതാപ തരംഗം കൂടി രാജീവിന് അനുകൂലമായി മാറുന്ന ഒരു കാലഘട്ടമുണ്ടായി. എന്നാൽ മേനക എതിരിടുന്നത് ഒരു MP അല്ല, ഒരു പ്രധാനമന്ത്രിയെയാണ് എന്നതിലേക്ക് അന്ന് കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. അമേഠിയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം നടന്നത് എന്തൊക്കെയാണ്? മനേകാ ഗാന്ധി, വരുൺ ഗാന്ധി 514-ൽ 404 സീറ്റുകൾ നേടി കോൺഗ്രസിന് വൻ വിജയം സ്വന്തമാക്കിയ രാജീവിന് അനുകൂലമായിരുന്ന അമേഠിയിലെ സ്ഥലവും മണ്ഡലത്തിൽ മനേകാ ഗാന്ധിയെ 3.14 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയുണ്ടായി. മനേകാ ഗാന്ധിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം. പിന്നീട് അമേഠിയിൽ നിന്ന് അവർ മത്സരിച്ചിട്ടേയില്ല ഇന്നുവരെ. 1991 രാജീവ് ഗാന്ധി വധത്തിന് ശേഷവും അമേഠി കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി തന്നെ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു.
രാജീവിൻ്റെ മരണശേഷവും ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായ സതീഷ് ശർമ്മ 1991-ലും 1996-ലും 2 തവണ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1999 അമേഠിയിൽ നിന്നാണ് സോണിയാഗാന്ധി തൻ്റെ തിരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നുള്ളതും ചരിത്രമാണ്. 2004 സോണിയാഗാന്ധി തൻ്റെ മകൻ രാഹുലിന് വേണ്ടി അമേഠി വിട്ട് കോൺഗ്രസിൻ്റെ മറ്റൊരു കോട്ടയായ റായ്ബറേലിയിലേക്ക് മാറിപ്പോകുന്നു. 2019 വരെ 15 വർഷം അമേഠിയെ പ്രതിനിധീകരിച്ച രാഹുൽ ഗാന്ധി BJPയുടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നു. അമേഠിയിൽ നിന്ന് മാറിയ മനേകാ ഗാന്ധി 1989 പിലിഭിത്തിൽ നിന്നും ജനതാദൾ പാർട്ടി ടിക്കറ്റിൽ വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 പിലിഭിത്തിൽ BJPയുടെ പരശുറാമിനോട് ജനതാദൾ സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ടു. 1996 ജനതാദൾ സ്ഥാനാർത്ഥിയായി മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. 1999 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മണ്ഡലം നിലനിർത്തുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 57.94% വോട്ടുകളാണ് അവർ നേടിയെടുത്തത് എന്നുള്ളതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ അത് റെക്കോർഡായി മാറുകയായിരുന്നു. 2004 BJPയിൽ ചേർന്ന മനേകാ ഗാന്ധി BJP സ്ഥാനാർത്ഥിയായി മണ്ഡലം നിലനിർത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. 2009 മണ്ഡലം മകൻ വരുണിന് കൈമാറുന്നു. 2009, 2014, 2019 വർഷത്തിൽ മേനക സുൽത്താൻപൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആദ്യ മത്സരത്തിൽ 4.19 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വരുൺ ഗാന്ധി വിജയിച്ചത്. 2014-ലും 2019-ലും മികച്ച വിജയം അദ്ദേഹത്തിന് ആവർത്തിക്കുവാൻ കഴിഞ്ഞു. 2.44 ലക്ഷമായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത്. മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും പിലിഭിത്ത് മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള വരുണിനെ ഇപ്പോൾ തഴഞ്ഞുകൊണ്ട് BJP തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുൺ ഗാന്ധി വേണ്ട എന്ന് തീരുമാനിച്ചു. യോഗി മന്ത്രിസഭയിലെ അംഗവും പിലിഭിത്തിലെ MLAയുമായിട്ടുള്ള ജിതിൻ പ്രസാദാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. BJP നേതാവും സിറ്റിംഗ് MPയുമായിട്ടുള്ള വരുൺ ഗാന്ധിയുടെ ആ പേരിനെ വെട്ടിമാറ്റിക്കൊണ്ടാണ് ജിതിൻ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് എന്നാണ്. മുൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഈ ജിതിൻ എന്ന് പറയപ്പെടുന്ന നേതാവ്. വരുണിൻ്റെ അമ്മയായിട്ടുള്ള മനേകാ ഗാന്ധിക്ക് സിറ്റിംഗ് സീറ്റായിട്ടുള്ള സുൽത്താൻപൂർ തന്നെ BJP അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. വരുൺ ഗാന്ധിയെ വെട്ടിമാറ്റുകയും ചെയ്തിരിക്കുന്നു. സ്മൃതി ഇറാനി മണ്ഡലത്തിൽ വരുൺ ഗാന്ധി പ്രചരണം തുടങ്ങിയതിന് ശേഷമാണ് വരുണിന് സീറ്റ് നിഷേധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. മേനകയുടെ മകൻ ഇക്കുറി സീറ്റ് നൽകില്ല എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പാർട്ടി സീറ്റ് നിഷേധിച്ചാലും മത്സരിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു വരുണിൻ്റെ നീക്കങ്ങളെന്ന് പറഞ്ഞാൽ. മണ്ഡലത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു ബ്രിഗേഡ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വരുൺ ഗാന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അഖിലേഷ് യാദവിൻ്റെ SP ടിക്കറ്റിൽ വരുൺ മത്സരിച്ചേക്കും, അതായത് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ വരുണിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. വരുണിനെ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നതിൽ തൻ്റെ പാർട്ടി വിമുഖത കാണിക്കില്ല എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവും വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ്. അമേഠി മണ്ഡലത്തിലും വരുണിൻ്റെ പേര് ഇന്ത്യ സഖ്യത്തിൻ്റെ പരിഗണനയിലാണ് എന്ന് പറയേണ്ടി വരും. വരുൺ അമേഠിയിൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമൊക്കെ പിന്തുണ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ പിന്തുണച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ കോൺഗ്രസ് നേതാക്കളും ബന്ധുക്കളുമായിട്ടുള്ള രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായിട്ടൊക്കെ മികച്ച ബന്ധം പുലർത്തുന്ന വരുൺ ഗാന്ധിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിനാൽ കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തോട് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല ഈ വരുൺ ഗാന്ധിയോട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 തവണ രാഹുൽ ഗാന്ധിയായിരുന്നു അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. കേരളത്തിലെ വയനാട്ടിലും അദ്ദേഹം മത്സരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. വയനാട് പാർലമെൻറ്റ് അംഗമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇക്കുറി പക്ഷേ അമേഠിയിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ താല്പര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാകില്ല. എന്നാൽ ഭരണകക്ഷിയായിട്ടുള്ള BJPയിൽ നിന്ന് കുടുംബകോട്ട തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അമേഠിയിൽ വരുൺ ഗാന്ധി കോൺഗ്രസ് പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതോ കോൺഗ്രസിൻ്റെയും SP-യുടെയും ക്ഷണം നിരസിച്ച് പിലിഭിത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് മണ്ഡലം നിലനിർത്തി തൻ്റെ അമ്മയായിട്ടുള്ള മനേകാ ഗാന്ധിയുടെ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അമേഠി ആയാലും പിലിഭിത്തായാലും കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒക്കെ പിന്തുണ ഈ വരുൺ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് ധൈര്യസമേതം വരുൺ ഗാന്ധിക്ക് വേണമെങ്കിൽ BJP പാളയത്തിൽ നിന്നിറങ്ങാം. ലോക്സഭാ ഇലക്ഷനിൽ SP-യുടെ മുഖമായി നിന്നുകൊണ്ട്
ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് വരുൺ ഗാന്ധിക്ക് പിലിഭിത്തിലാണെങ്കിലും അമേഠിയിലാണെങ്കിലും ഒരു ലോക്സഭാ സീറ്റ് തരപ്പെടുത്തി വിജയത്തിലേക്ക് കടന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നു. എസ് പിയുടെയും സമാജ്വാദി പാർട്ടിയുടെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ, പൂർണ്ണമായ പിന്തുണ ആ അമ്മയ്ക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുകയാണ്. പക്ഷേ ഇവിടെ ഒരു പടിയിറക്കത്തിന് കാരണമാകുന്നത് എന്തായിരുന്നു? വരുൺ ഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ നേതാവിനെ എന്നേക്കുമായി BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് സീറ്റ് നൽകാത്തതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരിക്കും. ആ കാരണങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മയായ മനേകാ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കുകയും വരുൺ ഗാന്ധിയെ വെട്ടിമാറ്റുകയും ചെയ്യുന്നതിലൂടെ അർത്ഥമിടുന്നതും ലക്ഷ്യമിടുന്നതും ഒറ്റ കാര്യമാണ്: വരുൺ ഗാന്ധിക്ക് മടങ്ങിപ്പോകാം, ഇല്ലെങ്കിൽ ഈ പാർട്ടിയോടൊപ്പം നിൽക്കാം. ഈ പറയുന്ന മനേകാ ഗാന്ധിക്കും വേണമെങ്കിൽ ഈ സീറ്റ് ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ് മടങ്ങിപ്പോകാം, ഇല്ലെങ്കിൽ BJPയോടൊപ്പം നിൽക്കാം. ഇത് രണ്ടായാലും അവർക്ക് തുല്യമാണ് എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ മനേകാ ഗാന്ധിക്കും വരുൺ ഗാന്ധിക്കും കഴിയുമോ എന്നാണ് അറിയേണ്ടത്. വരുണിന് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ മനേക ആ സീറ്റ്, അവർക്ക് ലഭിച്ച സീറ്റിൽ സുൽത്താൻപുരിയിൽ മത്സരിക്കുമോ എന്നത് 2 ദിവസത്തിനകം അറിയാൻ കഴിയും. ഒന്നുകിൽ മനേകാ ഗാന്ധി സീറ്റ് നിരസിച്ചുകൊണ്ട് മകനോടൊപ്പം SP പോകും, SP സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകും. പ്രിയങ്കയും രാഹുലും അടങ്ങുന്ന സഹോദരപുത്രന്മാരും പുത്രിമാരും വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ വലിയ പിന്തുണ കൊടുത്ത് വരുൺ ഗാന്ധിയെ അമേഠിയിൽ നിർത്തി മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്.